കൺക്ലൂഷൻ കിട്ടാണ്ട് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം കൈ വെച്ചിട്ട്. വരൂ ജഗദീഷ് ചേട്ടാ, ഈ ഒരു കോമ്പോനെ പറ്റിട്ട് എന്താണ് ചേട്ടാ അഭിപ്രായം? ഇവിടെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് മാലിട്ടിരുന്നത്. ലോകമെമ്പാടുള്ള പ്രേക്ഷകർക്ക്, അത് മലയാളം ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, എല്ലാവരും, തെലുങ്കായിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ അകമ്പടിയോടെ. അപ്പോൾ 50% ജോബ് ഇസ് ഡൺ. ഓക്കെ, ബാക്കിയുള്ളത് അവര് കോമഡിയിൽ കൂടുതലും വർക്കായിരിക്കുന്നത് അവര് പ്രായത്തിനെ കളിയാക്കിയാണ്. തങ്കച്ചനെയൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിലും അത് എന്നെ കളിയാക്കിയതാണോ? അപ്പൊ തങ്കച്ച വിഷമിക്കണ്ട, പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പറാണ്. വെറും നമ്പറാണ്, വെറും നമ്പറാണ്. പക്ഷെ ഈ പ്രായത്തിൽ എന്നാ ചീഞ്ഞ നമ്പർ അടിക്കണം അറിയാം പുള്ളി. തങ്കച്ച ഇവിടെ കമ്പനി ആലോചിക്കുന്നു, കോംബോ മാറ്റണോ നിന്നെ മാറ്റണോ? അതിന്റെ ഇടയ്ക്ക് കോംബോ എങ്ങനെയുണ്ട്? കോംബോ എങ്ങനെയുണ്ട്? അല്ല, കുട്ടിയുടെ മനസ്സ് തുറക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അല്ല, നമ്മുടെ തങ്കു ഇനി ഇഷ്ടപ്പെട്ടാണോ ഈ തീരുമാനം? ഇഷ്ടമാണ് ശരിക്കും. അടുത്തേ എന്താ കാരണം? കാരണം തങ്കുച്ചേണ്ട ലുക്കും പിന്നെ തങ്കുച്ചേണ്ട കൊച്ചിന്റെ അമ്മ അവിടെ നിന്നോണ്ട് പറയുന്നത് അവളെ കൊഞ്ചിക്ക ഒരു അപ്പൂപ്പനെ നമുക്ക് വേണം. മക്കളെ ലുക്ക് നോക്കി ആരും സ്നേഹിക്കരുത് കേട്ടാ. അവള് ലുക്ക് നോക്കി സ്നേഹിക്കൂല, അവള് ബാങ്കിലെ അക്കൗണ്ട് നോക്കിയാ സ്നേഹിക്കുള്ളൂ. അതെ, എങ്ങനെയാണ് മോളുടെ റൊട്ടി? ചേട്ടനെ പോലെ കോമഡി പറയുന്ന ഒരാളായിരിക്കണം. വെരി ഗുഡ്. നന്നായിട്ട് ഡാൻസ് കളിക്കണം. ചേട്ടനെ പോലെയാണോ? ഞാൻ ഡാൻസ് കളിക്കുമല്ലോ. തങ്കച്ചന്റെ റൊട്ടീൻ അറിയാമോ? രാവിലെ വാദത്തിന്റെ ഗുളിക, ഉച്ചയ്ക്ക് തൈലം, വൈകുന്നേരം കഷായം. അതാണ് അവന്റെ റൊട്ടീൻ. എന്നാലും എനിക്ക് ഇഷ്ടമാണ്. കൊണ്ട് സൂക്ഷിക്കണം, വീട്ടിന്റെ അടുത്ത് വെറ്റക്കൊടി ഉണ്ടെങ്കിൽ അതും പൊട്ടിക്കും. അതെ, അതൊക്കെ കൊച്ചു നോക്കിയോളൂ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ഡാൻസ് കോമഡി മാത്രം മതിയോ ജീവിതത്തിൽ? പിന്നെ സ്നേഹവും വേണം. മോളുടെ റൊട്ടി എന്താണ്? മോളുടെ റൊട്ടി എന്താണ്? ചേട്ടാ, എന്നെ നന്നായിട്ട് സ്നേഹിക്കണം. പിന്നെ നിന്റെ കാര്യം എന്റെ കാര്യം. ബീഡി വലിക്കാൻ പാടില്ല. ബീഡി ഞാൻ വലിക്കൂല. ഇല്ല, ബീഡി വലിക്കാൻ പാടില്ല. കള്ളു മാത്രമേ വലിക്കൂ. കള്ളു കുടിക്കാനൊന്നും പാടില്ല. പിന്നെ എന്താ പറയാ, ബീഡി വലിക്കാൻ കള്ളു കുടിക്കാൻ പാടില്ല. 3 നേരത്തിൽ 1 നേരം ആഹാരം തന്നാലും മതി. എവിടെ ചീന കോമഡി വരുന്നുണ്ട്. സുമേഷിന്റെ ഭാര്യയല്ലേ? ഹലോ, ഫോൺ കംപ്ലൈന്റ് ആണേ. സുഹൃത്തെ, അതിലിട്ട് കളിക്കില്ല, അത് കളിക്കാനുള്ള സാധനമല്ല കേട്ടോ. കൊച്ചിട്ട് പോ. ഈ കൊച്ചു പിള്ളേരെ ഫോൺ എടുപ്പിക്കല്ലേ. അല്ല, എന്താ ബിനീഷ ഫോൺ എടുത്തതിന് ശേഷം ഈ ഫോൺ ഇപ്പൊ എങ്ങനെയാണ്?